കഴിഞ്ഞാലേ പവർ കിട്ടും, രക്തോട്ടം ഉണ്ടാവും, മസിൽ പവറിന് ബലം കിട്ടും. മണിക്കൂർ നടക്കണോ 3 മണിക്കൂർ നടന്നാൽ കൊയങ്ങൂലെന്ന് അർത്ഥം. ജിമ്മന്മാർക്കൊക്കെ ജിമ്മിന് പോണതിൽ പന്ത് കളിക്കണോലൊക്കെ അത് കുടിക്കുന്നുണ്ട്. സമയത്തിനും ബലത്തിനും താല്പര്യത്തിനും ആർക്കാ കുറവുണ്ടോ? കുടിച്ചാൽ റെഡി തമസരല്ല. ദാമ്പത്യ ബുദ്ധിമുട്ട് ആരും പുറത്ത് പറയില്ല. കല്യാണം കഴിച്ചോലാണെങ്കിലും കഴിക്കാൻ പോണോലാണ് കഴിച്ച് കഴിഞ്ഞോ. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ കൗണ്ട് കൂടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് സലാം പാഞ്ച. സലാം പാഞ്ച ഒരു ചെടീന്റെ ഓർക്കിഡിന്റെ ചെടീന്റെ കേങ്ങാണിത്. ഇതൊക്കെ ഹരിയാനയിൽ നമ്മൾ കൃഷി ചെയ്യിപ്പിക്കാം. ഇതെന്താ പരിപാടി? ഇതാണ് സമയം ബലം കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന മരുന്ന്. നായ്ക്കറിന്റെ പരിപ്പ് കറി. അതാണ് സാധനം. നായ്ക്കറിന്റെ പരിപ്പ് കൊണ്ട് സമയം ബലം കിട്ടും. നായ്ക്കറിന്റെ പരിപ്പിന്റെ പൊടി ഉണ്ടാക്കുക. ഈ പരിപ്പുണ്ടല്ലോ, പരിപ്പാണിത്. ഓഹോ, ഇത് സംസ്കരിച്ചിട്ട് പൊടിച്ചു. ഒരു മിനിറ്റ്, ഞാൻ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഒന്ന് അവിടെ വെച്ചാ പിന്നെ സൗണ്ട് ക്ലിയർ ആയി കിട്ടും. ഓക്കെ, പറ. നായ്ക്കറിന്റെ പരിപ്പിന്റെ പൊടി സമയം ബലവും താല്പര്യം കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതിലൊന്നാണിത്. പിന്നെ അശ്വഗന്ധം എന്ന് പറഞ്ഞ സാധനം അവിടെ ആ ചാക്ക് കിടക്കണം, കണ്ടോ? അശ്വഗന്ധം, സഫേദ് മുസ്ലി പറഞ്ഞ ഇത്. ഇതൊക്കെ ഈ പെട്ട സാധനം. ഈ 3 പൊടിയാണ്. ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടോ പിന്നെ ഇതാണ് കുടിച്ചാൽ റെഡിയാവും. സമയം ബലം താല്പര്യം പൗണ്ടും ബീജും അതും കൂടും. ഇത് കൊഞ്ഞാടില്ലല്ലോ, ഞാൻ പണിയിലാണ്. അതവിടെ ഉണ്ടാവും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊഡക്റ്റിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? അതിന് കുറച്ച് വെയിറ്റ് ചെയ്യും, അത് പണിക്കാൻ തീരട്ടെ. കാരണം വരുന്ന എനിക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചെയ്യുന്നുണ്ട്? ഇത് ഇന്ത്യ മൊത്തം ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. എല്ലായിടത്തും എത്തിക്കും. അഡ്രസ്സ് വാട്സാപ്പിൽ വരണം. ഫോൺ വിളിക്കരുത്, ഫോൺ വിളിച്ചാൽ നടക്കൂല. എന്നോട് കോൺടാക്ട് ചെയ്തതിന്റെ ശേഷം അഡ്രസ്സ് വിടുക. അല്ലാതെ പൈസ ഒന്നും വിടരുത്. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആട് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കാൻ ചിലപ്പോൾ 2 3 ദിവസം ഒരാഴ്ച മാസമൊക്കെ ആവും. ഇതൊക്കെ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട്? വർഷമല്ല, പാരമ്പര്യമായിട്ടുള്ളതാണ്. തലമുറയായിട്ട് കൈമാറുക. ഇപ്പൊ ഞാനാണ് ഇതിനു മുമ്പ് നമ്മളെ അടിപൊളി കുടുംബേനി. ശരിക്കും ഇത് ചൊറിച്ചിൽ വരും എന്നൊക്കെ പറയുന്നതൊക്കെ. ചൊറിച്ചില് ഇത് ചൊറിയില്ല, ഇതിന്റെ പയറാണ് ചൊറിയ. ഇത് ഇതിന്റെ പയർ കുരുവാണ്, മനസ്സിലായോ? ഇത് തൊലിച്ചാണ്. ഇത് തൊലിച്ചെടുക്കണം, കണ്ടോ? അതായത് ഈ സാധനം തൊലിച്ചിട്ട് എടുക്കണം. അതിന്റെ ചണ്ടിയാണ് ഇത്, കണ്ടോ? ഇതിപ്പോ തൊലിച്ചു വെച്ചാണ്. ഇത് ഈ സംസ്കരിച്ചിട്ട് ഞങ്ങൾ പൊടിച്ച് പാക്കാക്കും. അതിന്റെ പൊടികൾ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഒരു 1 മിനിറ്റ് ഇതൊന്നും ഭാര്യ ചേട്ടാ. ഇത് ഇപ്പൊ പണി നടക്കാഞ്ഞാലേ നല്ല അധ്വാനമുള്ള പണിയാണല്ലേ. ഇതിന്റെ ഗുണം കിട്ടണമെങ്കിൽ ഇതിന്റെ പരുവം അട്ടം പോലെ ആക്കണം. എങ്ങനെയും കാട്ടി കൂട്ടിയിട്ട് കാര്യമില്ല, മനസ്സിലായോ? കല്യാണം കഴിഞ്ഞ ആളുകൾ, കല്യാണം കഴിച്ചോൽക്കും കഴിക്കാൻ പോണോൽക്കും എല്ലാവർക്കും പറ്റും. സമയം ബലവും താല്പര്യം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടോ, ഇതാണ് കുടിച്ചോളി. മനസ്സിലായോ? സമയത്തിനും ബലത്തിനും താല്പര്യത്തിനും ആർക്കാ കുറവുണ്ടോ, കുടിച്ചാൽ റെഡി. തമസരല്ല. ഇതൊക്കെ പണ്ടേ ഉള്ള ഉപയോഗിക്കണം കേട്ടോ. ഇപ്പം പല മറ്റേ ജാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അതൊക്കെ ആൾക്കാർക്ക് തീരുമാനിക്കാം, ഏത് കുടിക്കണം ഏത് ജാമ് കുടിക്കണം. നമ്മളതൊന്നും പറയില്ല. ഇത് പണ്ടേ ഉള്ള നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ഒന്നല്ലത്. തലമുറ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള സാധനം അതൊക്കെ. മനസ്സിലായോ? നാച്ചുറൽ ആയിട്ടുള്ള ഇതുകൊണ്ട് ഒരുപാട് മരുന്നും പൊടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, കേട്ടോ. അതായത് ഇതുകൊണ്ട് ഗുളിക ഉണ്ടാക്കുന്നുണ്ട്, ലേഹം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് സഫേദ് മുസ്ലി എന്നാണ് സാധനം. ഈ സാധനം കപ്പയാണോ? ഇത് കപ്പല്ല, ഇതാണ് അശ്വഗന്ധം എന്ന് പറഞ്ഞ ഒറിജിനൽ അശ്വഗന്ധം. ഈ കാണുന്ന സാധനം കണ്ടോ? അശ്വഗന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് എല്ലാവർക്കും അറിയാം, വണ്ണം കൂടി അശ്വഗന്ധം. ഇത് നായ്ക്കൊരു കണ്ടേ, നായ്ക്കൊരു. ഇതാണ് പിന്നെ അയക്കുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. സഫേദ് മുസ്ലി എന്ന ഒരു കിഴങ്ങ. മാർക്കറ്റിൽ നിന്ന് 16 രൂപ മേലെ 30 മാർക്കറ്റ് ഉണ്ട്. ഇത് ഒറിജിനൽ വൈറ്റ് മുസ്ലി അറിയത്. ഇത് കുടിച്ചിട്ട് സമയം ബലം കിട്ടാൻ പിന്നെ അവന് വേറെ നോക്കണ്ട. ഈ 3 കുടിച്ചാ. ഇത് 3 ഒരുമിച്ച് പൊടിച്ചിട്ട് അങ്ങനെയാണ് സെപ്പറേറ്റ്. അത് സഫേദ് മുസ്ലി പൊടി, ഇത് നായ്ക്കൊരന്റെ പൊടി, ഇത് അശ്വഗന്ധ പൊടി. ഇത് രണ്ടും ഒരുമിച്ച് കുടിക്കാനുള്ള രാത്രിയിൽ, ഇത് പകല് കുടിക്കാനുള്ള. അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ അതിൽ എഴുതി വിട്ടിട്ടുണ്ടോ. വാങ്ങുന്ന ആൾക്കാർക്ക് അതിൽ കിട്ടും, പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് സെപ്പറേറ്റ് ആണല്ലേ? ഒക്കെ സെപ്പറേറ്റ് ഓരോന്നും സെപ്പറേറ്റ്. നമുക്കുണ്ടല്ലോ ദാമ്പത്യ ബുദ്ധിമുട്ട് ആരും പുറത്ത് പറയില്ല. കല്യാണം കഴിച്ചോലാണെങ്കിലും കഴിക്കാൻ പോണോലാണെങ്കിലും കഴിച്ച് കഴിഞ്ഞോലാണ്. സമയം ബലം കിട്ടാഞ്ഞാൽ പിന്നെ ജീവിതം കഴിഞ്ഞു. ഇത് ബുദ്ധിമുട്ടാർക്കാ ഈ കെട്ടുവന്റെ പെണ്ണാക്കിക്കാരം. അപ്പൊ ഓല് പുറത്ത് പറയില്ല. പക്ഷെ ഇപ്പൊ എല്ലാവരും പറയൽ തുടങ്ങി. അപ്പൊ നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയും, നേരിട്ട് വിളിക്കണ്ട, വാട്സപ്പിൽ വന്നോ, മെസ്സേജ് വോയിസ് വിട്ടോ, കാര്യങ്ങൾ സംസാരിച്ചോ, ബാക്കി അഡ്രസ്സ് വിടുമ്പോൾ സാധനം വിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൈസ വിട്ടെന്നാൽ മതി, അങ്ങനെ പറയാം. അല്ല എനിക്ക് വിളിച്ചാൽ ഞാൻ പോകാൻ കൊടുക്കില്ല. ഞങ്ങൾ ഓരോ പണിയിലും ഏതെങ്കിലും മലയിലും കാട്ടിലും. ഇത് ഹരിയാനയിൽ കൃഷി ചെയ്യിപ്പിച്ച് കൊണ്ടുവരികയാണ് ഈ സാധനങ്ങളൊക്കെ. അവിടെ നമ്മൾ കൃഷിക്കാരത്തിൽ നിന്ന് വാങ്ങി കൊണ്ടുവരികയാണ്, കൃഷി ചെയ്യിപ്പിച്ച് കൊണ്ടുവരിക. അപ്പൊ പല സമയത്തും പല നാട്ടിലേക്കാണ് നമ്മൾ.
ഓക്കെ. അപ്പൊ ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കൂല. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് വിട്ടാൽ ചിലപ്പോൾ ആഴ്ച 2 ആഴ്ച പിറ്റേന്നോ മാസമൊക്കെ കഴിഞ്ഞിട്ട് റീപ്ലൈ കൊടുക്കും എന്തായാലും. ഓക്കെ ഓക്കെ. അങ്ങനെയാണ് എനിക്ക് കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ഇതേമാതിരി പണി എടുക്കുമ്പോൾ ഇവിടെ ഫോൺ എടുത്ത് സംസാരിച്ചു വന്നാൽ ഇത് 5 മിനിറ്റോളം തീരുന്ന കേസല്ല. വിളിച്ചാൽ മീമ നമ്മൾ കേൾക്കുമ്പോൾ മീമ പറയുമ്പോൾ വേണ്ടി വരും. അപ്പൊ വാട്സപ്പിൽ വോയിസ് വിട്ടാൽ നമുക്ക് സമാധാനമായിട്ട് രാത്രിയോ ഒഴിവാലൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോഴേ നമ്മളെ മൈൻഡിലും കയറുള്ളൂ ഓന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഓനേക്കാരും പ്രശ്നം, ചിലപ്പോൾ ഓരോ പെണ്ണുകാരും പ്രശ്നം. അപ്പൊ എന്താണെന്നുള്ള വിശദമായിട്ട് സംസാരിക്കണമെങ്കിൽ ദാമ്പത്യ ബുദ്ധിമുട്ടിലല്ലാതെ വേറെ എന്തിലൊക്കെയാണ് ഇത്? ഇത് എനർജിയാണ്. ദാമ്പത്യ ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതിനാണ് ഇപ്പൊ ആൾക്കാർ ഇത് കുടിക്കണത്. ഇത് കുടിച്ചു കഴിഞ്ഞാലേ പവർ കിട്ടും, രക്തോട്ടം ഉണ്ടാവും, മസിൽ പവറിന് ബലം കിട്ടും. നമ്മൾ 1 മണിക്കൂർ നടക്കണോ 3 മണിക്കൂർ നടന്നാൽ കൊയങ്ങൂലെന്നർത്ഥം. ജിമ്മന്മാർക്കൊക്കെ ജിമ്മിന് പോണ പന്ത് കളിക്കണോലൊക്കെ അത് കുടിക്കുന്നുണ്ട്. ആണല്ലേ? നല്ല പ്രോഡക്റ്റ്. പക്ഷെ ആൾക്കാർ ഇപ്പൊ ഇത് നമുക്ക് ഈ ദാമ്പത്യ ബുദ്ധിമുട്ടിനാണ് ഇത് കുടിക്കണ മാത്രം. അല്ലാതെ എല്ലാത്തിനും പറ്റുന്ന സാധനം. ദുടത്രം, പിന്നെ ലേഹാരിഷ്ടം, ഗുളിക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ശരിക്കും നിങ്ങളടുത്ത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? ഇതൊക്കെ ചാക്ക് കിൻഡൽ കണക്കിനുണ്ട് ഇവിടെ. കിൻഡൽ കണക്കുണ്ട്. ഇതൊക്കെ 1000കണക്കിന് കൃഷിക്കാരത്ത് ഉണ്ടാക്കുന്ന കൃഷി ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യിപ്പിക്കാണ്, എന്നിട്ട് അവിടുന്ന് കൊണ്ടുവരണം. ഇതൊക്കെ തന്നെ സാധനം ഉണ്ടോ. ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ എടുത്തുവെച്ചാലോ. ഇതെങ്ങനെ കഴിക്കേണ്ടത് ശരിക്കും? ഇത് ശരിക്ക് ഇതാണ് അസുഖം തന്നെ. ഇത് ശരിക്ക് തോല് കളയണം. ഇതിന്റെ കത്തിയോണ്ട് തന്നെ എടുത്ത് തോല് കളയണം. തോല് കളഞ്ഞിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് പേക്കാക്കണം ഇതേമാതിരി. അല്ല ഈ ഇതിന്റെ തോലോടി പൊടിച്ചിട്ട് കാര്യമില്ല. ഇതേമാതിരി ഈ പയർ ഉണ്ടല്ലോ, അതേമാതിരി ആ തോല് കളയണം. തോല് കളഞ്ഞിട്ട് ആ പരിപ്പുണ്ടല്ലോ അതിന്റെ മട്ട് കളയണം. അതായത് കട്ട് ഒഴിവാക്കണം, എന്നുവെച്ചാൽ പൊടിക്കണം. ഇതേമാതിരി തന്നെ ഇതും. ഇതിനും ഉണ്ടാവും തോല്. ഇതിപ്പോ വെളുപ്പ അല്ല, ഇത് ശരിക്ക് ഇത് തോല് കളഞ്ഞിട്ട് വെളുപ്പാക്കണം. അന്നതിന്റെ ശേഷം അങ്ങനെ റെഡിയാക്കണം. ഉണക്കിയിട്ട് പിന്നെ പൊടിക്കണം. എല്ലാത്തിനും ഒരു പരിവുണ്ട്. നല്ല പണിയാണ്. വെറുതെ അങ്ങോട്ട് നമ്മള് പൊടിച്ചു കൊടുത്താൽ അതിന്റെ ഗുണം. എന്നിട്ട് പിന്നെ ഇത് രാത്രി ഇത് രണ്ടും രാത്രി ചെറിയ അളവിൽ എടുക്കണം. ഏതൊക്കെയാണത്? സഫേദ് മുസ്ലി, നായ്ക്കോനപ്പൊടി ചെറിയ ടീസ്പൂൺ. നമ്മൾ ചായപ്പൊടി എടുക്കണ ഒരു 5 ഗ്രാമേ പാടുള്ളൂ. തോനായത് കട്ട് ചെയ്ത് വരും. അന്നതിന്റെ ശേഷം 1 ഗ്ലാസ് വെള്ളം, ചായ ഗ്ലാസ്സിന്, ചെറിയ ചായ ഗ്ലാസ്സിന് എടുത്തിട്ട് മിക്സ് ആക്കണം പച്ചവെള്ളത്തിൽ. എന്നിട്ട് തിളപ്പിക്കുക. തിളച്ച് ചൂടാറിയതിന്റെ ശേഷം അതിക്ക് തണുത്ത പാൽ ഒഴിക്കാം. പാല് നമുക്ക് എത്ര ഒഴിക്കാം? 1/2 ഗ്ലാസ്, 1 ഗ്ലാസ്, 2 ഗ്ലാസ് ഒക്കെ ഒഴിക്കാം. അത് നമ്മളെ കഴിവിനനുസരിച്ച് ഒഴിക്കാം. പാൽ ഒഴിക്കണ ഒന്ന് ഇതിന്റെ രസം അറിയാക്കാം. അത് വലിയ രസം ഉണ്ടാവില്ല പച്ചവെള്ളത്തിലാകുമ്പോ. പാൽ വെച്ചാൽ നല്ല രസത്തിൽ കുടിക്കാം. പാലിനൊരു ഗുണമുണ്ട്. ആടൻ പാലാണെങ്കിൽ, നല്ല പാലാണെങ്കിൽ. അപ്പൊ പാല് അവനാണ് കഴിവിനനുസരിച്ച് ഒഴിച്ച് കുടിക്കാം. അതേമാതിരി രാത്രി കേട്ടോ ഉറങ്ങുമ്പോ കുടിക്കാറില്ല. അപ്പക്കപ്പാടുള്ള റിസൾട്ട് ഒന്നല്ല. അതൊരു 4 ദിവസം ആകുമ്പോൾ കയറി കഴിഞ്ഞാൽ പിന്നെ കാലകാലം ഉണ്ടാവും. എന്നും കുടിച്ചൊന്നും വേണ്ട. ഇതാണ് അശ്വഗന്ധം. ജീവനം പന്ത് കളിച്ചാൻ പോകുമ്പോ കുടിച്ചുള്ള സാധനം. ജിമ്മിന് പോകണമെങ്കിൽ അത് ഇതേമാതിരി പകൽ കുടിക്കാം. നടക്കുമ്പോ കുടിക്കണം. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ. അപ്പൊ ഒന്നുകൂടി ഉഷാറാവും. അത് എല്ലാ കാര്യത്തിനും ഉഷാറാവും. മനസ്സിലായി? അതിനാണ് ഇത് 3 കുടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ കുട്ടികളില്ലാത്തവർക്ക് നമ്മൾ കൗണ്ട് കൂടാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് സലാം പാഞ്ച. സലാം പാഞ്ച ഒരു ചെടീന്റെ, ഓർക്കിഡിന്റെ ചെടീന്റെ കേങ്ങാണിത്. ഇതൊക്കെ പറയുമ്പോ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടാണ് ആൾക്കാർ വിളിച്ചപ്പോ ഇത് മാണെന്ന് കിട്ടൂല. ഇതൊക്കെ പറഞ്ഞാല് കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനം. കിട്ടുമ്പോഴേ നമുക്കും കിട്ടുള്ളൂ. അതായത് ഭൂമി തണുത്തിക്കണ ഹിമാലയൻ കാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പോയിട്ട് പറിച്ചുകൊണ്ടിരുമ്പോ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കും. പക്ഷെ ബുക്ക് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഇത് ഇതാ ഈ കൈപ്പത്തി മാതിരി ഉണ്ടാവും. ഇത് പിന്നെ ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. സെർച്ച് ചെയ്താൽ കിട്ടും. ഇപ്പത്തെ മാർക്കറ്റ് 35,000 ഉണ്ട്. ഇതിന് പുതിയ 37,000 ഉണ്ട്. ഇന്നലെ എന്നോട് ഒരുത്തം പറഞ്ഞു. ഇതൊക്കെ സംസ്കരിച്ച് പൊടിച്ചിട്ട് കൂട്ടി കൊടുക്കും. ഇതിക്ക് പാൽമുത കിഴങ്ങ്, വാൽച്ചുള്ളി ഒക്കെ കൂട്ടി വെക്കും. സമയം ബലം കിട്ടാ ഇത് 3ഉം കൂട്ടും. കൗണ്ട് കൂടാ അതൊക്കെ കൂട്ടും. വാൽച്ചുള്ളിയൊക്കെ ഇതൊക്കെ നാട്ടിലുള്ള വാൽച്ചുള്ളി വിത്ത് അറിയും. ഇതൊക്കെ അതിക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം നമ്മള്. വാൽച്ചുള്ളി വിത്ത് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൂട്ടിയിട്ട് ഈ 3ഉം കൂട്ടിയിട്ട് പാൽമുത കിഴങ്ങ് സാധനം ഉണ്ട്. അത് ഞാൻ അതിന്റെ ഒക്കെ പൊടി കൂട്ടും. അതൊക്കെ സംസ്കരിച്ച് പൊടി കൂട്ടും. അതൊക്കെ പറിക്കണ സമയത്തെ കിട്ടുള്ളൂ. ഇപ്പൊ വള്ളിയായിട്ട് വരുള്ളൂ. ഇത് നിങ്ങൾ തന്നെ കൃഷി ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ നമ്മളെ കൃഷിയാ. ഏത് അയൽച്ചുള്ളി, പാൽമുത കിഴങ്ങ്, ഇതൊക്കെ ഹരിയാനയിൽ നമ്മൾ കൃഷി ചെയ്യിപ്പിക്കാം. ഏത് ഈ സാധനങ്ങളൊക്കെ നായ്ക്കോന പരിപ്പ്, ഇതാണ് മെയിൻ കൃഷി അവിടെ. നായ്ക്കോന പരിപ്പ് ഇവിടെ എവിടെയെങ്കിലും മലയിലൊക്കെ കാണാം. പക്ഷെ അതൊന്നും നമുക്ക് തയ്യില്ല. നമ്മൾ കിൻഡൽ കണക്കിന്, ലോഡ് കണക്കിന് വേണം. സാധനം നമ്മൾ സ്റ്റോക്കും വെക്കില്ല. നമ്മളിങ്ങനെ പൊടിച്ച ആൾക്കാർ ഇങ്ങനെ കൊടുത്തു കൊടുക്കും. ലോകം മുഴുവൻ കൊടുക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ എല്ലാവർക്കും അറിയാലോ. എല്ലാ യൂറോപ്പിലും ഗൾഫിലൊക്കെ ആൾക്കാർ വാങ്ങുന്നു. നമ്മൾ എല്ലാ രാജ്യത്തേക്കും അയച്ചു കൊടുക്കും. കൊറിയർ അയച്ചു കൊടുക്കുമ്പോൾ പൈസ ഒരുപാടാവും. അതുകൊണ്ട് നമ്മൾ പറയലെന്താ, നാട്ടിലേക്ക് അയച്ചു തരാം. അവിടുന്ന് ഓരോ എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്ന ആൾക്കാരെ വേണമെങ്കിൽ കൊടുത്തയച്ച് കൊണ്ടുപോകാം. എന്തായാലും ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ആണല്ലേ നിങ്ങളുടെ പ്രോഡക്റ്റ്?
അല്ല ഇത് പണ്ടൊക്കെ പണ്ടല്ല എല്ലാവരും നിങ്ങളെ നമ്പർ എത്ര ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മളെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും നമ്പറിൽ വിളിക്കരുത്. നമ്പർ പറഞ്ഞത് വാട്സപ്പിൽ വോയിസ് വിട്ടാൽ മതി, മെസ്സേജ് വിടാം. ഓക്കെ 82 81 09 35 43 ഒരു നമ്പർ. വേറൊരു നമ്പർ കൂടി ഞാൻ തരാം, അവൾക്ക് കൊടുത്താൽ അതിലൊക്കെ വോയിസ് വിട്ടാൽ മതി. അഡ്രസ്സും വിടുക, പൈസ ഒന്നും വിടരുത് ഞാൻ പറയാതെ, എന്നോട് സംസാരിക്കാതെ. ഇവർ വിട്ടിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ കാരണം ഞാനത് നോക്കുക, അപ്പോൾ ഓല് ബേജാറാവും. അതുകൊണ്ട് പൈസ ഞാൻ പറയുമ്പോൾ വിടാൻ പോകും. ഓക്കെ. അല്ലാതെ വാട്സപ്പിൽ വോയിസ് വിട്ടാൽ ഞാൻ കേൾക്കും, ഇതുപോലെ കേൾക്കും. അപ്പോൾ അതിന് റീപ്ലൈ കൊടുക്കും. ഓട്ടോമാറ്റിക്കലി അതിന്റെ വേലയും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ.